യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. കാരണം ഇമ്പോർട്ടൻ്റ് ആയ വിഷയമാണ്. ഇമ്പോർട്ടൻ്റ് ആയി ഞാനിങ്ങനെ പറയാൻ കാരണം എന്താ പറയുക, ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, കുറേ ആളുകൾക്ക് പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും പണി ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഉറപ്പായിട്ട് കിട്ടും. അപ്പോൾ അതെന്താണെന്നാണ് പറയാൻ പോകുന്നത്. നമ്മൾ വളരെ ബുദ്ധിപരമായിട്ട് ഇതിനെ കണ്ടാൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞുതരാം, റീയൂസ്ഡ് കണ്ടന്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും റീയൂസ്ഡ് കണ്ടന്റ് ഞാൻ മുന്നേ കേട്ടതല്ലേ, ഇതാണോ പറയാനുള്ളത്? ഇത് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ വേറെ കുറച്ച് സംഭവങ്ങൾ കൂടി പറഞ്ഞുതരാം. എന്താ അറിയും, നമുക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ കുറേ നല്ല നല്ല ടോപ്പിക് കിട്ടും, അടിപൊളി സാധനമൊക്കെ. അത് നമ്മൾ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 1500, 2000, 3000 വ്യൂസൊക്കെ ഷോർട്ടിൽ തന്നെ വരുന്ന കുറേ വീഡിയോസ് ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എടുത്തിടും, കാരണം നമുക്ക് വ്യൂസ് വേണം, സബ് വേണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതെങ്ങനെ പരിഹരിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം, കാരണം ഇത് പരിഹരിക്കാനുള്ള ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾക്ക് വാട്സപ്പിൽ നിന്ന് ഒരു വീഡിയോ കിട്ടി, നല്ല വീഡിയോ ആണ്, നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വീഡിയോ ആണ്. അപ്പം നിങ്ങൾ ഒന്ന് അത് നേരെ തന്നെ യൂട്യൂബിലിടാണ് പലരും ചെയ്യുക. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ഞാൻ പറഞ്ഞതിൻ്റെ പേര് ആരും ചെയ്യേണ്ട, വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഒരു നോട്ട് ബുക്കോ മറ്റോ എടുത്തിട്ട് ഏത് വീഡിയോ ആണ് അതിട്ട സമയവും ഡേറ്റ് ഒക്കെ ആണെങ്കിൽ എഴുതി വെക്കുക. കറക്റ്റ് എഴുതി വെക്കുക, ടൈറ്റിലും കാര്യങ്ങളും ഇന്ന വീഡിയോ ആണ് എന്ന് എഴുതി വെക്കുക. അതിട്ട് അത്യാവശ്യം ചിലപ്പോൾ കുറച്ച് സബ്ബൊക്കെ കയറി വരിക. ഇതൊക്കെ ഉഡായിപ്പ് പരിപാടിയാണ്, ഞാൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചെയ്യാൻ നിൽക്കേണ്ട, വേണമെങ്കിൽ ചെയ്താൽ മതി. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ കുറച്ച് വ്യൂസൊക്കെ വരും. അപ്പോൾ മോണിറ്റൈസേഷൻ ആവാത്ത ആളുകളാണെങ്കിൽ ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്തിരിക്കണം. ഞാൻ എൻ്റെ ഈ സബ് സ്റ്റോക്കിൽ ഇതുപോലെ പല സാധനങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ മോണിറ്റൈസേഷൻ ആവുന്ന കുറച്ച് ദിവസം മുന്നെയാണ് കളഞ്ഞത്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിലാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇടാം. ഒന്ന് ഈ രീതി. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഇടുന്നത്, നിങ്ങൾക്ക് വാട്സപ്പിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ ഒക്കെ കിട്ടുന്ന വീഡിയോസ് നിങ്ങളത് എടുത്തിട്ട് ഞാൻ ഈ പ്രസൻറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ഇടാം. അതിൻ്റെ ഇടയിൽ കുറേ എഫക്ട്സ് ഒക്കെ കയറ്റി വീഡിയോ, ചെറിയ ഫോട്ടോസൊക്കെ കയറ്റിയിട്ടൊക്കെ എഡിറ്റ് ചെയ്തിട്ടിടാം. അത് നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇടാം. ഇപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നിങ്ങൾക്ക് ഈ റീയൂസ്ഡ് കണ്ടന്റ് വരുന്ന വീഡിയോസ് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വഴി ഞാൻ പറഞ്ഞത്. ഇനി റീയൂസ്ഡ് വന്നാൽ എന്ത് ചെയ്യും? എന്താണ് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ? ഇത് ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. റീയൂസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഒരിക്കൽ ഒരാൾ യൂസ് ചെയ്ത കണ്ടന്റ് എന്ന് പറയും. അപ്പോൾ അത് നമ്മളെടുത്ത് വീണ്ടും യൂസ് ചെയ്യുമ്പോൾ റീയൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് നമുക്കൊരു പണിയങ്ങ് തരും. ഇതാണ് വരുന്നത്. ഇപ്പോൾ മോണിറ്റൈസേഷൻ ആവുന്ന പലരുടെയും ചാനൽ എനിക്ക് എത്ര മെസ്സേജ് വരുന്ന ഒരു ദിവസം മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ വീഡിയോയുടെ മോണിറ്റൈസേഷൻ കട്ടാവുന്നുണ്ട്. അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. റീയൂസ്ഡ് കണ്ടന്റിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് വന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആദ്യം തന്നെ ടെൻഷൻ ഒഴിവാക്കുക. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് ഫിക്സ് ആക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. പക്ഷേ അതിനെന്ത് വേണം? വീഡിയോ ഡിലീറ്റ് ആക്കണം. നിങ്ങൾ എവിടെ ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ കാണും വീഡിയോ ഡിലീറ്റ് ആക്കണം എന്നാണ് കാണാം. ഇത് കണ്ടാൽ നിങ്ങൾക്ക് അടുത്ത കെണിയിൽ നിങ്ങൾ പെടും. എന്താണെന്നറിയോ? നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ആക്കണം എന്ന് കണ്ടതോടുകൂടി നിങ്ങൾ ഓൾറെഡി ടെൻഷനിലാണ്. അപ്പോൾ ഈ ടെൻഷൻ കയറിയിട്ട് എന്ത് ചെയ്യും? കംപ്ലീറ്റ് വീഡിയോ അങ്ങ് ഡിലീറ്റ് ആവും. അതോടുകൂടി ചിലപ്പോൾ നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആവും. അപ്പം നിങ്ങൾ ഡിലീറ്റ് ആക്കുക എന്നത് യൂട്യൂബിൻ്റെ ഭാഗത്തിലുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ്. അപ്ഡേറ്റ്, ഡിലീറ്റ്, പിന്നെ എഡിറ്റ് എന്നൊക്കെ പറയുന്നതൊക്കെ എല്ലാ ആപ്ലിക്കേഷൻസിലും വരുന്ന സംഭവം തന്നെയാണ്. അത് യൂട്യൂബിലുണ്ട്, ഉപയോഗിക്കാൻ തന്നെയാണ് തന്നത്. പക്ഷെ അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് സാധാരണ രീതിയിൽ റീയൂസ്ഡ് വന്നു കഴിഞ്ഞാൽ ഒരു 14 ദിവസം വരെയൊക്കെ ടൈം ഉണ്ടാവും. അപ്പം നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ടും ഡിലീറ്റ് ആക്കണ്ട. ഒരു ദിവസം ഡിലീറ്റ് ആക്കുക, പിന്നെ അടുത്ത ദിവസം ഡിലീറ്റ് ആക്കുക, 2 ദിവസം വിട്ടിട്ട് ഡിലീറ്റ് ആക്കുക. യൂട്യൂബിൽ ഒറ്റയടിക്ക് ഡിലീറ്റ് ആക്കി എന്ന രൂപത്തിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് അൽഗോരിതത്തൊക്കെ ബാധിക്കുന്നതാണ്, ഡിസ്ട്രിബ്യൂഷനൊക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ അത് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. പിന്നെ നമ്മൾ ആദ്യം കഷ്ടപ്പെടണ്ട, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഡിലീറ്റിംഗ് എന്ന് പറയുന്നത് പ്രോസസ്സ് ഈ 14 ദിവസം മെല്ലെ 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 ആയിട്ട് ചെയ്യാം. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ രൂപത്തിൽ ഉപയോഗിച്ച ആളുകൾ, അതായത് നേരത്തെ വാട്സപ്പിൽ നിന്നൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ കറക്റ്റ് നോക്കുക. ഷോർട്സ്, ലെങ്ത് ആയിട്ടുള്ള വീഡിയോ എല്ലാം നോക്കണം. ഒരു സ്ഥലം നിങ്ങൾ ഒഴിവാക്കരുത്. കറക്റ്റായിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ നേരത്തെ പേപ്പറിൽ എഴുതി വെച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ഇത് നോക്കിയിട്ട് ഏതൊക്കെ വീഡിയോസ് ആണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് അത് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് പറയാൻ കാരണം, ഒരുപാട് ആൾക്കാർക്ക് ഇഷ്യൂ വരുന്നുണ്ട്. വെറുതെ അതിൽ പോയി ചാടി തല വെച്ചിട്ട് ടെൻഷൻ അടിച്ച് വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് ആ ചാനൽ ഫ്രീസ് ആയി. പിന്നെ ചാനൽ മോണിറ്റൈസേഷൻ ആയി എന്ന് വിചാരിച്ചു ഒരു വ്യൂസും വരില്ല, ഒന്നും വരില്ല, മൊത്തത്തിൽ പണി വാങ്ങിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പണികളൊക്കെ വാങ്ങിക്കുന്നതിന് മുമ്പേ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക.
റീയൂസ്ഡ് കണ്ടന്റ് നമുക്ക് ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഇനി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാം. നിങ്ങൾ തന്നെ വീഡിയോ കട്ട് ചെയ്തിട്ട് ഷോർട്ട് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീമിക്സ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ അതിലൊരു പോർഷൻ എടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ കുറച്ച് ടെക്സ്റ്റും അതുപോലെ കുറച്ച് ഗ്ലോ എഫക്റ്റും മറ്റേയൊക്കെ ഇട്ടിട്ട് ഒന്ന് കളറാക്കാം, എന്നിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിനൊന്നും റീയൂസ്ഡ് വരില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കൃത്യമായി ചെയ്യണം. പിന്നെ നിങ്ങൾ റീയൂസ്ഡ് കണ്ടന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചാനൽ മൊത്തമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എന്നിട്ട് മോണിറ്റൈസേഷൻ്റെ സമയമാകുമ്പോൾ നിങ്ങളതൊന്ന് ക്ലീൻ ആക്കുക. മോണിറ്റൈസേഷൻ ആയവർ ഈ പണിക്ക് നിൽക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. വെറുതെ പണി വാങ്ങിക്കേണ്ട. പിന്നെ ആദ്യം ബ്ലോക്കായി കുറേ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിന് നിൽക്കേണ്ട, നമ്മൾ തന്നെ കണ്ടന്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.